PV അൻവർ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള നിലപാടുകൾ മാറ്റിയാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് നിരാശപ്പെടേണ്ടതായി വരില്ല. അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. എന്തായാലും ഇനി സമയമുണ്ടല്ലോ, സമയം ഇനി കിടക്കയില്ലേ, ആ സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ പരിഹരിച്ചു പോകണം എന്നുള്ളത്. ഞങ്ങളുടെ നേതാക്കന്മാരെ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് അടിയന്തരമായി ഇവിടെ വന്നത്. ഇന്നലെ വരെയും ഞാൻ നിലമ്പൂർ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ നടക്കുകയാണ്. ആ ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ കഴിഞ്ഞാൽ 2-ാം തീയതിയാണ് ഞങ്ങളവിടെ നിലമ്പൂരിൽ നിയോജകമണ്ഡലം കൺവെൻഷൻ വെച്ചിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. പിന്നെ മറ്റ് പല ചർച്ചകളും പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് UDF നേതൃത്വം ഒരുങ്ങുന്നത്. അതിന് തയ്യാറാകുന്ന എല്ലാവരുമായി സഹകരിച്ചു പോവുക എന്നുള്ളതാണ് UDFൻ്റെ വ്യക്തമായ നയം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് ഉണ്ടാകില്ല. പക്ഷേ അതെല്ലാവരും ഒരുപോലെ കൂട്ടായി സഹകരിച്ചു എങ്കിൽ മാത്രമേ അത്തരത്തിൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യവും അതുപോലെ തന്നെ UDF എന്നുള്ള നിലയിൽ കോൺഗ്രസും ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യം ഒന്ന് തന്നെയാണ്. അൻവർ ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഈ നിമിഷം വരെയും എൻ്റെ വിശ്വാസം. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അൻവർ ഇന്ന് ഏതോ 9 മണിക്കോ പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പത്രസമ്മേളനം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അൻവറിൻ്റെ സഹകരണം UDFന് അനുകൂലമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ ഭിക്ഷാടകനെ പോലെ വന്ന് യാചിക്കുന്ന തരത്തിലാണ് ആ തരത്തിലേക്ക് വരെ മാറി. എന്നിട്ട് എന്താണ് പരിഗണിക്കാത്ത ബുദ്ധിമുട്ട്? ഇല്ല, അങ്ങനെ രാഷ്ട്രീയ ഭിക്ഷാടകനെ പോലെ ആരും വരേണ്ട കാര്യമില്ല. അങ്ങനെ അത്തരത്തിൽ ഞങ്ങളങ്ങനെ കാണുന്നില്ല. ഒരിക്കലും ആ തരത്തിലേക്ക് ഒരു നിർവചനമായി പോകാൻ പാടില്ല. ഞങ്ങൾക്കും ചില തത്വ സംഹിതകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്ന ഒരു തത്വമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് അൻവറാണെങ്കിലും മറ്റൊരാളാണെങ്കിലും അവരെല്ലാവരും എല്ലാവരും തന്നെ അവരവർ കാണിക്കേണ്ട മര്യാദകൾ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരുമായി സഹകരിച്ചു പോകുന്ന ഒരു ചുറ്റുപാടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അല്ല, ഇന്ന് അദ്ദേഹം 9 മണിക്കുള്ള പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും വരുന്ന വഴിക്ക് ഞാനും കണ്ടതാണ്. ഇന്നത്തെ ഒരു ദിവസം കൂടി കാത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. എന്തായാലും ഇനി സമയമുണ്ടല്ലോ, സമയം ഇനി കിടക്കയില്ലേ, ആ സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ പരിഹരിച്ചു പോകണം എന്നുള്ളത്. UDF ഡീലായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ മാത്രം പറയേണ്ട കാര്യമല്ല. UDFൻ്റെ വിവിധ നേതാക്കന്മാരുണ്ട്. KPCC പ്രസിഡൻ്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. പിന്നെ UDFൻ്റെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാരുണ്ട്. അവരുമായി ഒക്കെ ആലോചിച്ചുകൊണ്ടേ ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. PV അൻവർ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള നിലപാടുകൾ മാറ്റിയാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് നിരാശപ്പെടേണ്ടതായി വരില്ല. നിലപാട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉന്നയിച്ച ചില പരസ്യമായ വിമർശനങ്ങളുണ്ട്. അത് പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവിക UDFിലേക്ക് പ്രവേശനം കിട്ടും. അല്ല, ഞാൻ മാപ്പ് പറയണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ നിങ്ങൾ ഇതിപ്പോൾ ഇന്ന് വാർത്ത കൊടുക്കുമ്പോൾ UDF കൺവീനർ പറഞ്ഞു മാപ്പ് പറയണം എന്ന് പറഞ്ഞു എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ആരും കൊടുക്കാൻ പാടില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളതിൻ്റെ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടക്കുകയല്ലേ. ഞങ്ങൾക്ക് ഒരു ശ്വാസം വിടാനുള്ളൊരു സമയം കൂടി നിങ്ങൾ തരിക. അത് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായാലും പുക വെളുത്തതാണോ കറുത്തതാണോ എന്ന് വലിയ കാലതാമസമില്ലാതെ നിങ്ങൾക്ക് അറിയാൻ കഴിയും.